ആലുവയിൽ അമ്മ പുഴയിലേക്കെറിഞ്ഞ 3 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. മറ്റക്കുഴി സ്വദേശി കല്യാണിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7:30 കാണാതായ കുട്ടിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം നമ്മളെല്ലാവരും കുട്ടിയെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടിയുടെ മൃതശരീരമാണ് നമുക്ക് ലഭിച്ചത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഇത്രയും ഒഴുക്കും അതുപോലെ തന്നെ ഈ ശക്തമായ മഴയും അതുപോലെ തന്നെ നല്ല ആഴവുമൊക്കെയുള്ള ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സിൻ്റെയും UK സ്കൂബ ഡൈവേഴ്സ് ടീമിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബോഡി നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. വളരെ നമ്മുടെ കേരളയിലേക്കുന്ന ഒരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇത്രയെല്ലാം ഈ തെരച്ചിലിൽ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ്, അതുപോലെ നാട്ടുകാരുടെ. കാരണം ഈ വിവരം അറിഞ്ഞ സമയം മുതൽ നമുക്ക് ഇവിടെ നിരവധിയായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും അവരെല്ലാവരും ഈ തെരച്ചിലിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയും ഇവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വഞ്ചിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ട് നമുക്ക് നാട്ടുകാരുടെ നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ് നമുക്ക് കുട്ടിയോടെ ജീവനോടെ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ജീവനോടെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്തായാലും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും കൂടെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ബോഡി കണ്ടെടുക്കാനായിട്ട് സാധിക്കും. കുടുംബ വഴക്കിനെ തുടർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. മുൻപും കല്യാണിയെ കൊലപ്പെടുത്താൻ യുവതി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കുട്ടിയുടെ പിതാവിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ അവിടെ ഞാൻ പോലീസിന്റെ ജീപ്പിൽ കുട്ടി ഇരിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് അവിടെ ജീവിക്കാൻ നിവർത്തിയില്ല, എന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നം ഉണ്ടായതെന്ന് എന്നോട് പോലീസ് ജീപ്പിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറയണ്ടേ. ഈ കുട്ടിയെ ഇങ്ങനെ പാലത്തിൽ നിന്ന് താഴേക്കിടാൻ എന്താണ് അവിടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? കുട്ടിയുടെ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ച് ആകെ അവർ കഴിക്കുന്ന ഗുളിക നമ്മുടെ ശ്രദ്ധയിലുള്ളത്. നമ്മളറിയാതെ ഇനി മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ശ്രദ്ധയിലുള്ള തൈറോയിഡിന് ഗുളിക കഴിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഗുളികയൊന്നും കഴിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. അവരാരും പറഞ്ഞിട്ടുമില്ല. അതുവരെ കുട്ടിയുടെ പിതാവ് എന്താ അന്നിപ്പോൾ അംഗൻവാടി പോയി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവൾ പറഞ്ഞു മുഴുകുളം കവലയ്ക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പാലത്തുമ്മേന്ന് എടുത്തിട്ടതാണെന്ന് കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു. ഇപ്പോൾ പോലീസ് ജീപ്പിൽ വെച്ച് പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ അവിടെ വന്നപ്പോൾ അച്ഛനും ചോദിച്ചു ഇവളോട് എന്താണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ പറഞ്ഞ് നിങ്ങളല്ലേ എന്നെ ഉപദ്രവിക്കണത്, ഈ കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം ഉണ്ടാക്കിയത് നിങ്ങളാണ് എന്ന കാര്യം ഇയാളോട് പോലീസ് ജീപ്പിലിരുന്ന് പെൺകുട്ടി വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേട്ടു. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള യുവതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ യുവതിയെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തിയേക്കും. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി നമ്മോടൊപ്പം അനിൽ ജോർജ് ചേർന്നു. അനിൽ, ഒരുപാട് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഏവരും പ്രതീക്ഷിച്ചിരുന്നു കുട്ടിയെ ജീവനോടെ ലഭിക്കുമെന്ന്. പക്ഷേ ഈ ഒരു വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഞെട്ടലോടെയാണ് ഈ വാർത്ത എല്ലാവരും അറിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി 10:30 മുതൽ ആരംഭിച്ച തെരച്ചിൽ അത് വലിയ തോതിലുള്ള ഒരു തെരച്ചിലായിരുന്നു. അന്തരീക്ഷം വളരെ പ്രതികൂലമായിരുന്നു. കനത്ത മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു നാട് മുഴുവൻ ഒന്നിച്ച് കല്യാണക്കുട്ടി എന്ന 3 വയസ്സുകാരിയുടെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള തെരച്ചിലായിരുന്നു നടത്തിയത്. അമ്മ കുട്ടിയെ പാലത്തിൽ നിന്ന് കുറുമശ്ശേരി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവരുതേ, അല്ലെങ്കിൽ ആ കുട്ടി പുഴയുടെ സമീപത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട് കരയിലുണ്ടാവണമെന്ന പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ആളുകളെല്ലാം അവിടെയെല്ലാം അരിച്ചു പെറുക്കിയത്. പക്ഷേ അവിടെയെങ്കും കുട്ടി ഉണ്ടായിരുന്നില്ല. സ്കൂബ ടീം അടക്കമുള്ള ആളുകൾ, ഫയർഫോഴ്സിൻ്റെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ ആലുവയിലെ പ്രത്യേകമായി പുഴയിൽ വീഴുന്ന ആളുകളെ രക്ഷിക്കുകയും അല്ലെങ്കിൽ പുഴയിൽ വീണുപോയ ആളുകളെ തപ്പിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്കൂബ ടീം അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നു. വലിയ തോതിലുള്ള തെരച്ചിലുകൾ നടത്തി ഒടുവിൽ
2:30-ക്ക് ശേഷം കല്യാണിക്കുട്ടിയുടെ ജീവനില്ലാത്ത ശരീരം പുഴയിൽ നിന്ന് കരയിലേക്ക് എടുക്കുകയും ചെയ്തു. ഒരു നാട് ഒന്നിച്ച് പൊട്ടിക്കരഞ്ഞു പോയ ഒരു സമയമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ആ പിഞ്ചു കുഞ്ഞിനെ. പക്ഷേ വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്ത സംഭവമാണ് നടന്നതെന്ന് വളരെ വ്യക്തമാണ്. സന്ധ്യ എന്ന യുവതിയുടെ മൊഴിയിൽ നിന്നും ഇത് വളരെ വ്യക്തമാണ്. കൃത്യമായ നിലയിൽ ആസൂത്രണത്തോടെ കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഭർത്താവിനെ വിളിച്ച് പ്രഷർ കുക്കർ നന്നാക്കാനാണ് എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് പോയത്. തുടർന്ന് അംഗൻവാടിയിൽ എത്തുകയും കുട്ടിയെ വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്യുന്നു. അംഗൻവാടിയിൽ ഈ യുവതി കുട്ടിയെ വിളിക്കാൻ വരുമ്പോൾ അംഗൻവാടിയിൽ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ ഭക്ഷണം കഴിച്ച് തീരാൻ പോലും അനുവദിക്കാതെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോരുകയായിരുന്നുവെന്ന് അംഗൻവാടി ടീച്ചർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ബസ്സിലും പിന്നീട് ഓട്ടോയിലും വീണ്ടും ബസ്സിലുമായി ഈ കുറുമശ്ശേരി പുഴയുടെ സമീപത്തേക്ക് എത്തുന്നു. അവിടം വരെ കുട്ടിയും അമ്മയും ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ കുറുമശ്ശേരി പുഴയുടെ ഭാഗത്ത് നിന്ന് മൂഴിക്കുളം പാലത്തിൻ്റെ അവിടെ നിന്ന് തിരികെ വരുന്ന യുവതിയുടെ ഒപ്പം കുട്ടിയില്ല. ഇതോടെ ആണ് വലിയ തോതിൽ സംശയം ഉണ്ടാവുകയും ചെയ്യുന്നത്. തുടർന്ന് കുട്ടിയെ പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്നു എന്ന നിലയിൽ അമ്മ മൊഴി നൽകുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ നയിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെന്നും യുവതി പലതവണ ആവർത്തിക്കുകയും ചെയ്തു. ഇതോടെയാണ് പോലീസ് കൃത്യമായ നിലയിൽ ഒരു തെരച്ചിലിലേക്ക്, ഈ പാലത്തിൻ്റെ താഴെയും വശങ്ങളിലുമൊക്കെയായുള്ള തെരച്ചിലിലേക്ക് നീങ്ങുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഒരുപാട് സമയം പിന്നിട്ട് കഴിഞ്ഞു. കാരണം ഏതാണ്ട് 7:30 ആണ് യുവതിക്കൊപ്പം പോയ കുട്ടിയെ കാണുന്നില്ല എന്ന വിവരം തന്നെ പുറത്തു വരുന്നത്. ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യുവതി കുട്ടിയെ വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു. വളരെ ആസൂത്രണത്തോടെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് കൊല്ലുന്ന, കുടുംബ പ്രശ്നത്തെ മുൻനിർത്തിയാണെങ്കിലും മറ്റെന്ത് കാരണത്താലാണെങ്കിലും ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ദാരുണമായ സംഭവം ആണ് അവിടെ നടന്നത്. പുലർച്ചെ 2:30-ക്ക് ശേഷമാണ് കല്യാണിക്കുട്ടിയുടെ ജീവനില്ലാത്ത ശരീരം പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. തുടർന്ന് കല്യാണിക്കുട്ടിയുടെ മൃതദേഹം അങ്കമാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കുട്ടിയുടെ പിതാവടക്കമുള്ള ആളുകൾ അവിടെ വന്നെത്തിയിട്ടുണ്ട്. ഇതിനിടെ രണ്ട് കുടുംബങ്ങളും പരസ്പരം ആരോപണവുമായി മുമ്പോട്ട് വന്നു. യുവതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരും, ഭർത്താവിൻ്റെ വീട്ടിൽ യുവതി കൊടിയ പീഡനത്തിന് ആയിരുന്നു ഇരയായത്. ഇതിനെ തുടർന്നാണ് കുട്ടിയെ കൊല്ലുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ യുവതി എത്തിച്ചേർന്നതെന്ന് യുവതിയുടെ ബന്ധുക്കളും ആരോപിക്കുന്നു. ഇത് പരസ്പരമുള്ള ഒരു ആരോപണമായി അവർ മാധ്യമങ്ങൾക്കടക്കം മുമ്പിൽ വന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും കുട്ടിയുടെ അമ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യുന്നുമുണ്ട്. എന്താണ് കൃത്യമായ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സ്വന്തം മകളെ തന്നെ, അതും 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ് പുഴയിലേക്ക്, അത് നല്ല ഒഴുക്കുള്ള ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നതിന് ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തിരികെ പോവുക, തിരികെ പോയി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അതിനും ശേഷം പുഴയിൽ വീണ കുട്ടി മരിച്ചു എന്നെല്ലാം കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയതിനു ശേഷം മാത്രം താൻ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ അമ്മ എങ്ങനെ മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ആദ്യം ഒരു കുട്ടിയെ കാണാനില്ല എന്ന നിലയിലാണ് FIR ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ അത് ഒരു കൊലപാതകത്തിലേക്ക് തന്നെ, ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ നിലയിൽ തന്നെയായിരിക്കും ഇനിയുമുള്ള അന്വേഷണം മുമ്പോട്ട് പോകുക. അമ്മയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. തുടർന്ന് കൃത്യമായ നിലയിൽ യുവതിയെ വീണ്ടും ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ
അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോയി തഴക്കവും വഴക്കവുമുള്ള ആളുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഒക്കെ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത ആ നിമിഷം അത് വലിയ തോതിൽ ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം പോകുന്ന സങ്കടകരമായ ഒരു സാഹചര്യം കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നൊരു 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യും. അമ്മയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തതിനു ശേഷമാകും അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. അനിൽ, നേരത്തെയും കുട്ടിയെ അപായപ്പെടുത്താൻ അമ്മ ശ്രമിച്ചതായി കുട്ടിയുടെ പിതാവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസിന് ഇവർ നൽകിയ കുട്ടിയുടെ പിതാവിൻ്റെ ബന്ധുക്കൾ നൽകിയ മൊഴിയിലാണ് ഇത്തരത്തിലൊരു കാര്യം ഉള്ളത്. മുൻപും കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പോലീസിന് ഇവർ നൽകിയ മൊഴിയിലുള്ളത്. ഇതിനെ തുടർന്ന് അമ്മ ഐസ്ക്രീം തന്നാൽ കഴിക്കരുത് എന്ന് വിലക്കിയിരുന്നതായും അവർ പറയുന്നു. എന്നാൽ ഇതൊന്നും സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു പരാതിയോ കാര്യങ്ങളോ മുൻപ് ഒന്നും ഉണ്ടായിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ നിരവധി തവണയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പലപ്പോഴും യുവതി കുട്ടിയുമായി ഈ യുവതിയുടെ സ്വന്തം വീട്ടിലേക്കും മറ്റും വന്നു നിൽക്കാറുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ബന്ധുക്കളും മറ്റും ഇടപെട്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും തിരികെ പോകുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ആവർത്തിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇരു ബന്ധുക്കളും, അതായത് കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളും ഒപ്പം അമ്മയുടെ ബന്ധുക്കളും ഒരേപോലെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. വലിയ തോതിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ നിസ്സഹായരായി പോകുന്ന, അല്ലെങ്കിൽ ഇത് എന്താണെന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത കുട്ടികൾ ഈ രീതിയിൽ മാതാപിതാക്കളുടെ കൈകൾ കൊണ്ട് മരണത്തിലേക്ക് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഇരയായാണ് കല്യാണിക്കുട്ടി മാറിയിരിക്കുന്നത്. ശരിയാണ്, വ്യക്തമാണ്. ആലുവയിൽ 3 വയസ്സുകാരിയെ മാതാവ് പുഴയിലെറിഞ്ഞു എന്ന മൊഴിക്ക് പിന്നാലെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. മറ്റുകുടി സ്വദേശി കല്യാണിയാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് അനിൽ ജോർജാണ്.